നവരാത്രിയുടെ 7ാം നാളിൽ ദേവിയുടെ കാളരാത്രി ഭാവത്തെയാണ് ആരാധിക്കുന്നത്. പരബ്രഹ്മമാകുന്ന സർവേശ്വരന്റെ സംഹാര രൂപമാണിത്. കാളരാത്രി എന്ന ദേവി അവതാരത്തെ നവരാത്രിയുടെ 7ാം ദിവസം ആരാധിക്കുമ്പോൾ നവരാത്രിയുടെ ഏറ്റവും പ്രധാന 3 ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയായാണ് അത് കണക്കാക്കുന്നത്. കാലമാണല്ലോ ഓരോന്നിനെയും വിഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. കാളരാത്രി എന്ന പേര് വിഘടനത്തിൻ്റെ പ്രതീകമായാണ് കരുതപ്പെടുന്നത്. കഴുതയാണ് ഈ ദേവീഭാവത്തിലെ വാഹനം. വിദ്യുത് ശക്തി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാണോർജത്തിൻ്റെ പ്രതീകമായി പറയപ്പെടുന്നു. അഴിഞ്ഞതും ചിതറിയ രൂപത്തിലുള്ളതുമായ തലമുടി തടയാനാകാത്ത ശക്തിവിലാസമാണ്. നാന്തകം എന്ന വാൾ സംഹാരത്തെ സൂചിപ്പിക്കുന്നു. കാളരാത്രിയിലെ മുടിയുടെ അഴിച്ചിട്ട അവസ്ഥ സംഹാരത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാകാം സ്ത്രീകൾ മുടിയഴിച്ചിടുന്നത് അശുഭമായി കരുതിപ്പോരുന്നത്. കറുത്ത ശരീരമാർന്ന കാളരാത്രി ഭാവം ദുർഗയുടെ രൗദ്രരൂപമാണ്. ത്രിലോചനയായ ദേവിയെ ദുർഗയുടെ ഭയാനക രൂപമായി കരുതിപ്പോരുന്നു. ഭയപ്പെടുത്തുന്ന രൂപമുള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി ഭാവം. എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു. 4 കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലത് കരം സദാ ഭക്തരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു. കാളരാത്രി മാത ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. സദാ ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. രക്തബീജൻ, ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളി രൂപത്തിലാണ് വധിച്ചതെന്നാണ് ഐതിഹ്യം. ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു. ശിവൻ സംഹാരമൂർത്തിയായ മഹാകാളേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നു. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ്. അതിനാൽ കണ്ടകശനി, അഷ്ടമശനി, 7.5 ശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ 7ാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്.